Welcome back to the channel. Must learn. Please subscribe and support. ഫസ്റ്റ്ലി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ്, അതുപോലെ അതിൻ്റെ പ്രോബ്ലംസിനെ പറ്റിയും. ഫസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ 20% 160 ആണെങ്കിൽ സംഖ്യ എത്ര? ഇഫ് 20% ഓഫ് നമ്പർ ഈസ് 116, വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ എത്രയെന്നാണ്. വാട്ട് ഈസ് ദ നമ്പർ എത്രയെന്നാണ്. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം. ഒരു സംഖ്യയുടെ 20% 160 ആണെങ്കിൽ സംഖ്യ എത്രയാണ്? 20% പറഞ്ഞാൽ 116 ആണെന്നാണ്. അപ്പോൾ സംഖ്യ 116 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100 ആണ് 800 ഇൻറ്റു 100. 116/2 8 വരും. 8 ഇൻറ്റു 100 8 ഇൻറ്റു 100 ഇസ് 800 വരും. ആൻസർ 8 ആണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ എത്ര? ആഡിങ് 25 to 75% of a number gives the same number. So what is the number? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ എത്ര? ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഖ്യയുടെ 25% ആണ് 75. സംഖ്യയുടെ 25% 75 അപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞാൽ 75 ഡിവൈഡഡ് ബൈ 25 ആണ് ഇൻറ്റു 100. അപ്പോഴാണ് നമുക്ക് സംഖ്യ കിട്ടുക. വാട്ട്സ് നമ്പർ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ 70 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 3 പോകും 25. അപ്പോൾ 3 ഇൻറ്റു 100 പറഞ്ഞാൽ 300. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് നോക്കാം. ബൈ വാട്ട് നമ്പർ മസ്റ്റ് എ ഗിവൺ നമ്പർ ബി മൾട്ടിപ്പിൾഡ് ടു ഇൻക്രീസ് ദ നമ്പർ ബൈ 25%? ജസ്റ്റ് നോക്കാം. By what number must a given number be multiplied to increase the number by 25%? Multiple to increase the number by 25%. ഇൻക്രീസ് ചെയ്താൽ 25% ചെയ്താൽ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ചെയ്യാൻ നോക്കിക്കാണേ. ജസ്റ്റ് 25% ഇൻക്രീസ് ചെയ്ത് പറഞ്ഞാൽ 25 ഡിവൈഡ് ബൈ 100 ടു 1/5 എന്നാണ്. 1/5 അല്ല 1/4 എന്നാണ്. 1/4 25% ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് 4 ഇൻറ്റു 25 ആണ് 100 ആണ്. അപ്പോൾ 1/4 എന്നാണ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം. ബൈ വാട്ട് നമ്പർ മസ്റ്റ് a given number be multiplied to increase the number by 25? എല്ലാവരും നോക്കി. 100 + 25 എന്ന് പറഞ്ഞാലാണ് 25% കൂടിയെന്നല്ല. അപ്പോൾ 100% 25% കൂടിയാണ് 125 വരിക. 125% വരിക. 125 ഡിവൈഡ് ബൈ 100 പറഞ്ഞാൽ 4/5 ആണ്. അപ്പോൾ ഇതാ ഈ 4ലോട്ട് 1 കൂടിയെന്നല്ല. അപ്പോൾ 1/5 വരും. 1 കൂടിയതാണ്. അപ്പോൾ 1/5 വരും.
അപ്പോൾ 1/4:1/5 എന്ന് വരും. അപ്പോൾ 4:5 അതാണ് അംശം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ 4x ഈക്വൽ ടു 5 എന്നാണ്. 4x ഈക്വൽ ടു 5 എന്ന് വരിക. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ കിട്ടിയ വാല്യൂ അത് 4/5 എന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 4 × 5/4 എന്ന് വരും. അപ്പോൾ ചെയ്യാം. അപ്പോൾ 20/4 എന്ന് വരും. 20/4 എന്ന് വരും. അപ്പോൾ ഈക്വൽ ടു 5. അങ്ങനെ 5 കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സ് അങ്ങനെ നോക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 5/4 ആണ്. എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. 5/4 ആണ് ആൻസറായിട്ട് വരിക. മൾട്ടിപ്പിൾ ടു ഇൻക്രീസ് ദ നമ്പർ ബൈ 25%. അടുത്ത പ്രോബ്ലം നോക്കാം. ഇഫ് 20% ഓഫ് എ ഈക്വൽ ടു ബി, then b% of 20 is equal to dash. 20% ഓഫ് 20% എക്ക് തുല്യമാണ് ബി എന്നാണ്. ദെൻ ബീൻ്റെ 20% ഈക്വൽ ഏതാണെന്ന് ചോദിച്ച്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ 20% ഓഫ് എ ഈക്വൽ ടു ബി. 20% ഓഫ് എ പറഞ്ഞാൽ ഈക്വൽ ടു ബി ആണ്. 20% പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 1/5 ഇൻറ്റു എ ഈക്വൽ ടു ബി എന്നാണ്. 1/5 ഇൻറ്റു എ ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബീനെ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ a/b ഈക്വൽ ടു 5 എന്നുണ്ടാവും. a/b ഈക്വൽ ടു 5. 1/5. then a is to b ഈക്വൽ ടു 5:1 എന്നാണ്. എൻ്റെ വാല്യൂ 5 അത്ര ഡിഫറൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ ബീൻ്റെ എത്ര b% ഓഫ് 20 ഈസ് ഈക്വൽ ടു എന്ന് ചോദിച്ചു. അപ്പോൾ b% ഓഫ് 20 എന്ന് പറഞ്ഞാൽ b% പറഞ്ഞാൽ നമുക്ക് കിട്ടി 1 ആണ്. 1%. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 20. 1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 20. അപ്പോൾ 20 പറ്റിയാൽ 5. അപ്പോൾ 1/5 ആണ് വരിക. നമ്മൾ ഓപ്ഷനിൽ എത്ര പെർസെൻറ്റേജാണ് എൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4% ഓഫ് എ, 60% ഓഫ് ബി, 80% ഓഫ് എ, 8% ഓഫ് എ, 2% ഓഫ് എ. അപ്പോൾ എ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. എൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ a/b ഈക്വൽ ടു 1/5 എന്നല്ലേ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എ എത്രയാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ 1/5 ആയിരുന്നു. ബി ഈക്വൽ ടു 5 പറഞ്ഞാൽ 5ന് മുകളിൽ കൊടുക്കുന്ന 25. അപ്പോൾ 1/25 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡ് ബൈ 25 വെട്ടിപ്പോയാൽ 4 വരും. 4% ഓഫ് എ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ എ. ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.
ഒരു സംഖ്യയുടെ 20% 40% തമ്മിലുള്ള വ്യത്യാസം 200 ആയാൽ സംഖ്യ ഏത്? If the difference between 20% and 40% of a number is 200, what is the number? സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഒരു സംഖ്യയുടെ 20% 40% തമ്മിലുള്ള വ്യത്യാസം 200 ആയാൽ സംഖ്യ ഏതെന്ന്. അപ്പോൾ നമ്മൾ 40% അതിൻ്റെ ഡിഫറൻസ് ആദ്യം കാണണം. 40% മൈനസ് 20% ഈക്വൽ ടു 20% ആയിട്ടാണ് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് വരിക. ഒരു സംഖ്യയും മറ്റൊരു സംഖ്യയുമാണ് തമ്മിലുള്ള വ്യത്യാസം വരിക. പിന്നെ 20% ആണ് 200, 20% 200. ആ സംഖ്യ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ അപ്പോൾ ഈ സംഖ്യ ഏതെന്ന് വെച്ചാൽ 200/20 × 100 ഈക്വൽ ടു 1000. അങ്ങനെ 200/20 × 100 ഈക്വൽ ടു 1000. 1000 ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ വാട്ട് ഈസ് നമ്പർ എന്ന് ചോദിച്ച് 1000 ആയിട്ട് വരും. 6ാമത്തെ ക്വസ്റ്റ്യനാണ്. അരുൺസ് ഇൻകം ഈസ് 25% മോർ ദാൻ വരുൺസ് ഇൻകം. ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് വരുൺ ഇൻകം ലെസ് ദാൻ അരുൺസ് ഇൻകം? അരുണിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ 25% കൂടുതലാണ്. വരുണിൻ്റെ 25% കൂടുതലാണ്, ഇൻകത്തിന് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് വരുൺ ഈസ് ലെസ് ദാൻ അരുൺസ് ഇൻകം. അരുണിൻ്റെ എത്ര ഇൻകം കുറവാണ് വരുണിൻ്റെ ഇൻകം എന്ന് ചോദിച്ച്. അപ്പോൾ 25% പറഞ്ഞാൽ 1/4 എന്നാണ്. 25 പറഞ്ഞാൽ 1/4 ആണ്. 1/4 എത്ര കൂടുതലാണ് ചോദിച്ചല്ല. ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് വരുൺസ് ഇൻകം ലെസ് ദാൻ അരുൺ ഇൻകം. അപ്പോൾ 1/4 ആണ്. അപ്പോൾ 1/4 എത്ര ശതമാനം? 25% ആണ് കൂടുതലാണ്. അപ്പോൾ കൂടുതലുള്ള 1/5 ആണ്. അപ്പോൾ എത്ര? 1/5 ആണ്. അപ്പോൾ 5:4 എന്നിടാം. അരുൺ ലെസ് ദാൻ 5:4 എന്നിട്ടാൽ ഹൗ മച്ച് പെർസെൻറ്റേജ് വരുൺസ് ഇൻകം ലെസ് ദാൻ അരുൺ ഇൻകം. അപ്പോൾ 4%. അപ്പോൾ 1/5 ആയിട്ട് വരും. × 100 വരും. എത്ര ശതമാനം പെർസെൻറ്റേജ് കുറവാണെന്നാണ്. അപ്പോൾ 1/5 × 100 20% എന്ന് വരും. ആൻസർ ഈസ് 20%. ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് വരുൺസ് ഇൻകം ലെസ് ദാൻ അരുൺസ് ഇൻകം? ആൻസർ ഈസ് 20%. 7th question നോക്കാം. ഇഫ് എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30% ആൻഡ് ദെൻ സബ്സ്ട്രാക്റ്റഡ് ബൈ 30%, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദാറ്റ് നമ്പർ? ഒരു സംഖ്യയുടെ 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 30% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാകും? ഇതിന് നമ്മൾ ഇക്വേഷൻസ് അല്ല, ഒരു ടേബിൾ നമ്മൾ ചെയ്തിരുന്നു. അതിന് ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിലുണ്ടാകുന്ന മാറ്റമാണ്. ആ സംഖ്യ തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ സംഖ്യയിലുണ്ടാകുന്ന മാറ്റം (² / 100%) ഡിഫറൻസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കുറവുണ്ടാകും. ഒരു സംഖ്യയുടെ 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 30% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാകും? (² / 100%) കുറവുണ്ടാകും. ഈ ക്വസ്റ്റ്യൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 30 അപ്പോൾ 30% ആണ് വരേണ്ടത്. അപ്പോൾ ഈക്വൽ ടു 30² / 100 വെട്ടിപ്പോയാൽ 900 9%.
ഡിഗ്രീസ് ഉണ്ടാവും, 9% കുറവുണ്ടാവും. ആൻസർ 9% ഡിഗ്രീസ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? A's salary is 20% more than B's salary. Then by what percentage B's salary is less than A's salary? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ മനസ്സിലാക്കുക. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഫസ്റ്റ് 20%. ഫസ്റ്റ് പറഞ്ഞാൽ ഈ ശതമാനത്തിലുണ്ടാകുന്ന കുറവിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. x/100 + x × 100%. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൊടുക്കുക. മാറ്റമുണ്ടായത് പറഞ്ഞാൽ മോർ ദാൻ 25% ആണ് ശമ്പളത്തേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ 20%, 20/100 + 20 × 100% into 100%. Then 20/120 into 100% ആണ്. പിന്നെ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ 62/3% ആവും വരിക. 16.2/3% ആണ് വരിക, ശതമാനമാണ് വരിക. ആൻസറായിട്ട് ഇതാ തന്നെ 16.2/3%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If a trader increases the price of the goods by 10% and gives a discount of 20%, what is the percentage of profit or loss? ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 10% വില കൂട്ടിയ ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽപ്പന നടത്തിയാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനമാണെന്ന് ചോദിച്ചുകൊണ്ട് ലാഭനഷ്ട ശതമാനം കാണാൻ നമ്മളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നത്. പ്രോഫിറ്റാണോ ലാഭമാണോ നഷ്ടമാണോ അറിയണം, പ്രോഫിറ്റാണോ ലോസാണോ അറിയാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നത്. ഓർമ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - y - xy / 100 or percentage ആണ്. x - y - xy / 100 or percentage എന്നാണ്. ജസ്റ്റ് ഇക്വേഷൻസ് പഠിച്ചാൽ ജസ്റ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ജസ്റ്റ് കൊടുത്താൽ തന്നെ മതി കിട്ടും. ഇതിൽ എക്സ് പറഞ്ഞാൽ 10% ആണ്, വൈ പറഞ്ഞാൽ 20% ആണ്. വൈ പറഞ്ഞാൽ 20%, 10 - 20 - 10 × 20 / 100 ആണ്. അപ്പോൾ 10 - 20 - 10 then മൈനസ് ആൻസർ ആയിട്ട് വരുന്നത് -10 - 200 / 100 പെർസെൻറ്റേജ് പറഞ്ഞാൽ 31. അപ്പോൾ -12% ആണ്. -12 പറഞ്ഞാൽ +12 ആണ് നഷ്ടം വരാം. 12% ലോസിലാണെന്നാണ്, നഷ്ടത്തിലാണെന്നാണ്. ദെൻ 10th ക്വസ്റ്റ്യൻ നോക്കുക. 10th ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 70% of the students in a school are boys, and if the number of girls in that school is 504, how many
boys are there. ഒരു സ്കൂളിലെ 70% വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണ്. ആ സ്കൂളിലെ പെൺകുട്ടികളുടെ എണ്ണം 504 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഗേൾസ് എന്ന് പറഞ്ഞാൽ 30% പറയുന്നത്. 30% പറഞ്ഞാൽ 100 മൈനസ് 17 ആണ്. 100 മൈനസ് 70 പറഞ്ഞാൽ 30% ആണ്. അതാണ് ടോട്ടൽ ഗേൾസിൻ്റെ എണ്ണം. ദെൻ ബോയ്സ് ആർ ദർ. എത്ര ബോയ്സ് ഉണ്ട് എന്നാണ്. ബോയ്സിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 504 ആണ് ഡിവൈഡ് ബൈ 13 പെൺകുട്ടികളുടെ എണ്ണം. ദെൻ ഇൻറ്റു 70 70%. അപ്പോൾ 504 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 70. ജസ്റ്റ് വെട്ടിയാൽ 30 എത്ര ശതമാനം എത്ര വട്ടം പോകുമെന്ന് ചോദിച്ചാൽ ആൻസറായിട്ട് 1176 ആണ്. 1176 ആൻസറായിട്ട് വരുന്നത്. 1176. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ എത്ര ചോദിച്ചത്? 1176 ആൺകുട്ടികളുടെ എണ്ണം. ഈ ബോയ്സിൻ്റെ കണക്കേണ്ടത് മനസ്സിലായില്ലേ? 504 ഡിവൈഡ് ബൈ 30 പറഞ്ഞാൽ 16.8 ഇൻറ്റു 70. അത് പറഞ്ഞാൽ 1176 ആൺകുട്ടികളുടെ എണ്ണം. ആൻസറായിട്ട് 1176. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, then the percentage increase in its surface area is dash. ക്യൂബിൻ്റെ കേസാണ്. നമ്മൾ ക്യൂബിൻ്റെ കേസൊക്കെ പഠിച്ചതാണ്. ക്യൂബിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള കേസ് പറഞ്ഞാൽ 6a² എന്നാണ്. സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 6a². ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് ക്യൂബിൻ്റെ ഈച്ച് എഡ്ജ് ഇൻക്രീസ്ഡ് ബൈ 10%, 10% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് സർഫസ് ഏരിയയിൽ ഉണ്ടാകേണ്ട എത്ര പെർസെൻറ്റേജാണ് ഇൻക്രീസ് ചെയ്തത്? അതിൽ 10% ഇൻക്രീസ്ഡ് ക്യൂബിൻ്റെ എഡ്ജ് കൂടിയാണ്. അപ്പോൾ 10% ഈക്വൽ ടു 1/10 എന്ന് പറയാം. 1/10 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/10 ഇൻറ്റു ഈക്വൽ ടു സർഫസ് ഏരിയ ആണ് 6a² എന്നാണ്. അപ്പോൾ 10% കൂടി പറഞ്ഞാൽ 10x ഈക്വൽ ടു 11x എന്നാണ്. ശതമാനം കൂടിയെന്നല്ല, 10% കൂടിയാണ്. അപ്പോൾ ഡിവൈഡ് ബൈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ നമുക്കറിയാവുന്നതിനാണ് 6 ഇൻറ്റു 10² എന്നാണ്. അപ്പോൾ 10² പറയുമ്പോൾ 100 ആണ്. 100 ഇടും. 100x² ഇടും. x² ഈസ് ടു 11² ആണ്. 121 ആണ്. അപ്പോൾ 6 ഇൻറ്റു 121 x². നമ്മൾ 6ന് ഒഴിവാക്കുക, x² കിട്ടുക. ദെൻ 100 ഈസ് ടു 121 ആണ്. 100 ഈസ് ടു 121.
21% ആണ് അതിലുണ്ടായ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 21 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 21% ആണ് ഇതിലുണ്ടായിരുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് എത്ര കൂടിയെന്നുള്ളത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഈച്ച് സർഫസ് ഏരിയ ഈസ് 21%. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ 2-man college election, the candidates who received 62% of the vote won by 144 votes. So how many total votes were polled? രണ്ടു പേർ മത്സരിച്ച ഒരു കോളേജ് ഇലക്ഷനിൽ 62% വോട്ടുകൾ ലഭിച്ചയാൾ 144 വോട്ടുകൾക്ക് വിജയിച്ചു എങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര? രണ്ടു പേർ മത്സരിച്ച ഒരു കോളേജ് ഇലക്ഷനിൽ 62% വോട്ടുകൾ ലഭിച്ചയാൾ 144 വോട്ടുകൾക്ക് വിജയിച്ചു എങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര? അപ്പോൾ ഫസ്റ്റത്തെ വ്യക്തി, അത് ആദ്യ ആൾക്ക് കിട്ടിയ വോട്ട് നമ്മൾ നോക്കണം. അത് പറഞ്ഞാൽ 62% എന്നാണ്. ഫസ്റ്റ് മാനിന് കിട്ടിയത്, ഫസ്റ്റത്തെ ആൾക്ക് കിട്ടിയ വോട്ടുകൾ പറഞ്ഞാൽ 62% ആണ്. ദെൻ രണ്ടാമത്തെ പേഴ്സൺ കിട്ടിയ വോട്ടുകളോട് ലഭിച്ച എണ്ണം എന്ന് പറഞ്ഞാൽ 100 - 62 ആണ്. ഫസ്റ്റത്തെ കിട്ടിയ ആൾക്ക് 62% ആണ്. അപ്പോൾ 100 - 62% പറഞ്ഞാൽ 38% ആണ് രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞാൽ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ 62% - 38% ആണ് അവരുടെ ഡിഫറൻസ് വരിക. അത് പറഞ്ഞാൽ 24%. അങ്ങനെ 62% - 38% ഈക്വൽ ടു 24%. ഇതിൽ 24% ആണ് 144. അല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എങ്കിൽ ലഭിച്ചയാൾ 144 വോട്ടുകൾക്ക് വിജയിച്ചു. അപ്പോൾ 24% പറഞ്ഞാൽ 144% ആണ്. ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ചോദിച്ചു. അപ്പോൾ 144 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 100 എന്നാണ്. വെട്ടിപ്പോയാൽ 24 12 600 6 വരും. 24 6 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 100 600 വരും. ദ ടോട്ടൽ പോൾഡ് വോട്ട് 600 വരുന്നത് ടോട്ടലായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. 40% of children who took an exam failed in Hindi and 30% failed in English. If 20% children failed in both subjects, 20% children failed in both subjects, what is the percentage of students who passed? ഒരു പരീക്ഷ എഴുതിയ 40% കുട്ടികൾ ഹിന്ദിയിൽ തോറ്റു, 30% കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു, 20% കുട്ടികൾ 2 വിഷയങ്ങളിലും തോറ്റു എങ്കിൽ ജയിച്ചവരുടെ ശതമാനം എത്ര? ഹിന്ദിയിൽ തോറ്റവരുടെ എണ്ണം 40%. ഇംഗ്ലീഷിൽ മാത്രം തോറ്റവരുടെ എണ്ണം 30%. ഹിന്ദിയിലും ഇംഗ്ലീഷിലും 25% ആണ്. ദെൻ ജയിച്ചവരുടെ ശതമാനം നമ്മൾ കാണേണ്ടി, അതാണ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഒരു പരീക്ഷ എഴുതിയ 40% കുട്ടികൾ ഹിന്ദിയിൽ തോറ്റു,
30% കുട്ടികൾ ഇംഗ്ലീഷിലും തോറ്റു, 20% കുട്ടികൾ 2 വിഷയങ്ങളിലും തോറ്റു എങ്കിൽ ജയിച്ചവരുടെ ശതമാനം എത്ര? അപ്പോൾ 100 ടു 40 പ്ലസ് 30 ഇംഗ്ലീഷിലും മൈനസ് ബോത്ത് സബ്ജക്റ്റിലും. അപ്പോൾ അത് അപ്പോൾ 70 മൈനസ് 20 15 വരിക. 100 മൈനസ് 15 ഇസ് ഈക്വൽ ടു 50% വരിക. എത്ര ശതമാനം കുട്ടികളാണ് എങ്കിൽ ജയിച്ചവരുടെ ശതമാനം വെച്ച് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹൂ പാസ്ഡ്? 50% സ്റ്റുഡൻസ് പാസ്സായിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഥുൻസ് ഇൻകം ഈസ് 40% മോർ ദാൻ നിതിൻസ് ഇൻകം. മിഥുൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ 40% കൂടുതലാണ് നിതിൻ്റെ ഇൻകത്തേക്കാൾ. അപ്പം നിതിൻസ് ഇൻകം ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ മിഥുൻസ് ഇൻകം? മിഥുൻ്റെ എത്ര പെർസെൻറ്റേജ് കുറവാണ് നിതിൻ്റെ ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 40% മോർ ദാൻ ദ നിതിൻ ഇൻകം. മിഥുൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ നിതിൻ്റെ ഇൻകത്തേക്കാൾ 40% കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ 40% പറഞ്ഞാൽ അതിന് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 2/5 എന്ന് വരിക. 2/5 എന്ന് വരിക. 2/5. Then അവർ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ 2 ആണ്. 2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഇൻകം റേഷ്യോ എന്ന് പറഞ്ഞാൽ നിതിൻ്റെയും മിഥുനുമായിട്ടുള്ള റേഷ്യോ 7:5 റേഷ്യോ. അങ്ങനെ 7:5 ഇൻകം റേഷ്യോയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 2% ആണ് 2 ഡിഫറൻറ്റ് വരുന്നത്. അപ്പോൾ മിഥുൻ്റെ ഇൻകത്തേക്കാൾ എത്ര പെർസെൻറ്റേജ് ആണ് നിതിൻ്റെ ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിതിൻ്റെ ഇൻകം ആകുമ്പോൾ 2 ഡിനോമിനേറ്റർ ആയിട്ടും ഡിവൈഡ് ബൈ ന്യൂമറേറ്റർ ആയിട്ടും 7 ഈസ് ഡിനോമിനേറ്റർ ആയിട്ടും ഇത്. അപ്പോൾ 2/7 × 100 ഈസ്, നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് നമുക്കറിയാം 1/7 പറഞ്ഞാൽ ഈക്വൽ ടു 14 2/4 എന്നാണ്. 14 2/4 എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മുകളിൽ ഒന്നല്ല, അപ്പോൾ 2 ഗുണിച്ചാൽ മതി. അപ്പോൾ 28 2/7 പറയുമ്പോൾ 28 4/7 എന്നിടാം. Answer is 28. Then next question, if you add 50% of 16 and 45% of 120, what is the amount you get? 60ൻ്റെ 15%, 15%വും 120ൻ്റെ 45%വും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കി. 60ൻ്റെ 15%വും 120ൻ്റെ 45%വും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര എന്നാണ്. 60ൻ്റെ 15% പ്ലസ് 120ൻ്റെ 45% എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാം. ബേസിക് ഫോർമാറ്റിൽ എഴുതി നോക്കാം.
60 ഇൻറ്റു 15% 15/100 എന്നാണ്. ദെൻ പ്ലസ് 120 ഇൻറ്റു 45% 45/100 45/100 എന്നാണ്. ദെൻ ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വെട്ടിപ്പോയാൽ 9 + 54 എന്ന് വരിക. 60 15 9/54 = 63. 54 = 63 63 വരും. 63 വരും ആൻസർ. കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 63 ആണ്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 is 80% of 5, but what percentage of 4 is 5? 5ൻ്റെ 80% 4, എന്നാൽ 4ൻ്റെ എത്ര ശതമാനമാണ് 5? അഞ്ചിൻ്റെ 80% 4, എന്നാൽ 4ൻ്റെ എത്ര ശതമാനമാണ് 5? അപ്പോൾ നമ്മൾ 4 ഇൻറ്റു എക്സ് കൊടുത്ത് കണ്ട് ചെയ്യാം. 4ൻ്റെ എത്ര ശതമാനമാണ് 5 എന്നാണ് ചോദിച്ചിട്ടുണ്ട്. 5ൻ്റെ 80% 4 ആയാൽ 4ൻ്റെ എത്ര ശതമാനമാണ് 5? അപ്പോൾ 4 ഇൻറ്റു എക്സ് / 100 = 5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 4 ഇൻറ്റു എക്സ് / 100 ഇൻറ്റു 5 എന്നാണ്. അപ്പോൾ 100നാണ് കൊണ്ടുപോകുമ്പോൾ 5 ഇൻറ്റു 100 വരും. 5 ഇൻറ്റു 100 ദെൻ / 4 എന്ന് വരും. 5 ഇൻറ്റു 100 ആണ് 500 / 4 വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു 125% വരും. 125% വരും. 5ൻ്റെ 80% 4, എന്നാൽ 4ൻ്റെ എത്ര ശതമാനമാണ് 5? ആൻസറായിട്ട് 125% വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 23% കാണുന്നതിന് പകരം ഒരു കുട്ടി തെറ്റായി 32% കണ്ടപ്പോൾ ഉത്തരം 448 കിട്ടി. എങ്കിൽ ശരിയുത്തരം എത്ര? ഒരു സംഖ്യയുടെ 23% കാണുന്നതിന് പകരം ഒരു കുട്ടി തെറ്റായി 32% കണ്ടപ്പോൾ ഉത്തരം 448 കിട്ടി. അങ്ങനെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സീയിങ് 23% ഓഫ് എ നമ്പർ, a child found the wrong 32% and got the answer 448. So much is the answer. അതിനാൽ സംഖ്യയുടെ 30% ആണ്. 30% ആണ് ഈസ് ഈക്വൽ ടു 448 ആണ്. 448 ആണ് വരിക. 448 ആണ് വരിക. അപ്പോൾ 23% എത്രയാണ്? സംഖ്യയുടെ 23% എത്രയാണ്? അപ്പോൾ 448 / 32 ഇൻറ്റു 23 കിട്ടാനാണ്. അപ്പോൾ ഇൻറ്റു 23% എത്രയാണ്? ഇപ്പോൾ ഈക്വൽ ടു പോയാൽ 322 ആൻസറായിട്ട് വരുന്നത്. ഇൻറ്റു 23 പറഞ്ഞാൽ 10304 ആണ്. അപ്പോൾ 10304 / 32 എന്ന് പറഞ്ഞാൽ 322 ആൻസറായിട്ട് വരിക. ഒരു സംഖ്യയുടെ 23% കാണുന്നതിന് പകരം ഒരു കുട്ടി തെറ്റായ 32% കണ്ടപ്പോൾ ഉത്തരം 448 എങ്കിൽ ശരിയുത്തരം എത്രയെന്നാണ്? 322 ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 40% marks are required to pass an exam.
If a student who secured 60 marks failed by less than 40 marks, how many marks did the examination take? ഒരു പരീക്ഷ വിജയിക്കാൻ വേണ്ട മാർക്ക് പറഞ്ഞാൽ 40%. 60 മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥി 40 മാർക്കിന് കുറവിൽ തോറ്റാൽ ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത് എന്നാണ്. 60 മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥി 40 മാർക്കിൻ്റെ കുറവിൽ തോറ്റു. അപ്പോൾ 60 + 40 = 100 മാർക്ക് കിട്ടിയാലാണ് പാസ്സാവുക എന്നാണ്. അപ്പോൾ പാസ്സാവേണ്ട മാർക്കുണ്ട് 40% = 100 എന്നാണ്. അപ്പോൾ വിജയിക്കാൻ വേണ്ട മാർക്ക് പറഞ്ഞാൽ 100 മാർക്കും 40% 100. ആകെ മാർക്ക് പറഞ്ഞാൽ ടോട്ടൽ മാർക്ക് പറഞ്ഞാൽ 100/40 × 100 കാരണം 215 വരിക. 100/40 × 100 വെട്ടിപ്പോയി 215 ആണ് വരിക. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 215 എക്സാം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 66 2/3% of a number is 96, what is 25 of it? ഒരു സംഖ്യയുടെ 66 2/3% 96 ആയാൽ അതിൻ്റെ 25% എത്ര? 66 2/3% പറഞ്ഞാൽ 96 എങ്കിൽ സംഖ്യയുടെ 25% പറഞ്ഞാൽ 96/63 2/3 × 25 20% എത്രയാണ്? 96 × 3/200 × 25 അങ്ങനെ ഏതാ? പിന്നെ 3നെ നേരെ മുകളിൽ കൊണ്ടുവരിക. 96 × 3 96 × 3 96 ആൻസറായിട്ട് 36 ആണ് വരുന്നത്. just a second. 96 × 3/200 × 25 is equal to 36. Equal to 36. 288 × 25 is equal to 1700/200 is equal to 36. ആൻസർ ആയിട്ട് 36 ആണ് വരുന്നത്. ദെൻ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഹോംവർക്കായിട്ട് ചെയ്യുക എല്ലാവരും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാൻ നോക്കുക. അല്ല, ഒരു ക്വസ്റ്റ്യൻ പാടുണ്ട്. ഇരുപതാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ പാടെ നോക്കുക. എ പേഴ്സൺ spent 40% of his monthly income of ₹5,000, but how much is his monthly savings? A person spends 40% of his monthly income of ₹5,000, but how much is his monthly savings? ഒരാൾ തൻ്റെ പ്രതിമാസ വരുമാനമായ 5,000 രൂപ
ചിലവാക്കുന്നു. രൂപയുടെ 40% ചിലവാക്കുന്നു. എന്നാൽ അയാളുടെ പ്രതിമാസ സമ്പാദ്യം എത്രയെന്നാണ്. സ്പെൻഡ് ചെയ്യേണ്ട പറഞ്ഞാൽ 5,000 ആണ്. ചിലവാക്കിയ തുക പറഞ്ഞാൽ 5,000 ഇൻറ്റു അതിൻ്റെ 40%. 40% പറഞ്ഞാൽ 40/100 ഇൻറ്റു കിട്ടിപ്പോയാൽ 2,000 ആണ് വരിക. 5,000-ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 2/5 എന്ന് പറഞ്ഞാൽ 5,000-ൻ്റെ 2/5 പറഞ്ഞാൽ 10,000 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 2,000 ആണ് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ. ചിലവാക്കിയ തുക പറഞ്ഞാൽ 2,000 ആണ്. ദെൻ ടോട്ടൽ ഇൻകം, മന്ത്ലി ഇൻകം എത്രയാണെന്ന് ചോദിച്ചാൽ സമ്പാദ്യം ഈക്വൽ ടു 5,000 മൈനസ് 2,000 ഈസ് ഈക്വൽ ടു 3,000 റുപ്പീസാണ്. ദെൻ ഈ പ്രോബ്ലം എല്ലാവരും ചെയ്യാൻ നോക്കുക. സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ നോക്കുക. ജസ്റ്റ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കുക. 1/4% എന്ന് പറഞ്ഞാൽ ഈസിയാണ്, വെരി ഈസിയാണ്. എക്സ്പ്രഷൻ ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ പെർസെൻറ്റേജ് വരുമ്പോൾ 2 × 4 + 1 എന്നിട്ട് ഡിനോമിനേറ്ററിൽ 4 തന്നെ എഴുതുക. 9/4 എന്ന് വരും. 9/4 അങ്ങനെ ചെയ്യൽ. 2നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് +1 ഇടുക, ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിട്ട് അതേ മാറ്റി ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 100 ഇടുക. അപ്പോൾ 9 × 100 9,100 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 225% ആണ് വരുന്നത്. ആൻസർ ഈസ് 225% എന്നാണ് ആൻസർ വരുന്നത്. പിന്നെ എക്സ്പ്രസ് 84% ഇൻ ഫ്രാക്ഷനിലാക്കാനാണ് പറഞ്ഞത്. 84% 84% പറഞ്ഞാൽ 84 ഡിവൈഡ് ബൈ 100 ആണ്. അതിനെ നേരിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പകുതി ജസ്റ്റ് എടുത്ത് നോക്കാം. 84% പറഞ്ഞാൽ 84 ഡിവൈഡ് ബൈ 100 എന്നാണ്. ജസ്റ്റ് ഒറ്റയ്ക്ക് ഇങ്ങനെ കുറച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. 84ന് നേരെ പകുതി എത്ര? വെരി ഈസിയാണ്. 84ൻ്റെ നേരെ പകുതി പറഞ്ഞാൽ 42 ആണ്. 42 ഡിവൈഡ് ബൈ 15, 100ൻ്റെ നേരെ പകുതി എടുക്കുക. ദെൻ അതിൻ്റെ പകുതി 42ന് 21 ഡിവൈഡ് ബൈ 25. ദെൻ ഇനി എന്തായാലും പറ്റ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 21 ഡിവൈഡ് ബൈ 25 ആണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്. ജസ്റ്റ് ഈ വീഡിയോ ഒന്നും പാടെ 1-2 വട്ടം കാണുക, എന്നാലേ ജസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ്. താങ്ക് യു.